സുരേഷ് ഗോപിക്ക് തിരിച്ചടി. പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാക്കണമെന്ന സുരേഷ് ഗോപിയുടെ ഹർജി കോടതി തള്ളി. വ്യാജവിലാസം ഉപയോഗിച്ച് വാഹനം രജിസ്റ്റർ ചെയ്തുവെന്നാണ് കേസ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സാലി ചേരുന്നുണ്ട്. സാലി, സുരേഷ് ഗോപിക്ക് കടുത്ത തിരിച്ചടി തന്നെയാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അടക്കം ബാധിക്കുന്നതല്ലേ തിരിച്ചടി? അതായത് ഇതൊരു വലിയ വിവാദമുണ്ടാക്കിയ ഒരു കേസാണ്. സുരേഷ് ഗോപി 2 ആഡംബര വാഹനങ്ങൾ വാങ്ങി. അത് പുതുച്ചേരിയിലെ വ്യാജ മേൽവിലാസത്തിൽ രജിസ്റ്റർ ചെയ്തു. അത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതിന് പകരം പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ രജിസ്റ്റർ ചെയ്തത് വഴിയിൽ കേരളത്തിന്, അതായത് സംസ്ഥാനത്തിന് 30 ലക്ഷം രൂപയുടെ നികുതി നഷ്ടം ഉണ്ടായെന്നായിരുന്നു കണ്ടെത്തൽ. 2010, 2016 വർഷങ്ങളിലാണ് സുരേഷ് ഗോപി 2 ആഡംബര കാറുകൾ ഇത്തരത്തിൽ വ്യാജ മേൽവിലാസത്തിൽ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത് എന്ന് കണ്ടെത്തിയത്. പരാതിയായാണ് ആദ്യം ഉയർന്നത്. തുടർന്ന് ക്രൈംബ്രാഞ്ച് സംഭവത്തിൽ അന്വേഷണം നടത്തി. ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ സുരേഷ് ഗോപി നികുതി വെട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. അതായത് 30 ലക്ഷം രൂപയുടെ നികുതി നഷ്ടം സംസ്ഥാനത്തിനുണ്ടായി. അത് കുറ്റകരമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നടപടി ആരംഭിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ചെയ്തത്. അത് കൃത്യമായി പുതുച്ചേരി ചാവടിയിലെ കാർത്തിക അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന് വ്യാജ മേൽവിലാസം ഉണ്ടാക്കിയായിരുന്നു വാഹനങ്ങൾ അന്ന് സുരേഷ് ഗോപി അവിടെ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തത്. അത് ക്രൈംബ്രാഞ്ച് അതിന്റെ തെളിവുകൾ ശേഖരിക്കുകയും തുടർന്ന് കുറ്റപത്രം തയ്യാറാക്കുകയും കോടതിയിൽ സമർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്ന് സുരേഷ് ഗോപി കോടതിയിൽ ഹാജരായി ജാമ്യം എടുത്തു. പക്ഷെ അത് കേസുമായി മുന്നോട്ട് പോവുകയാണ്. വിചാരണ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോഴാണ് സുരേഷ് ഗോപി ഈ കേസ് തന്നെ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം ACJM കോടതിയെ സമീപിച്ചത്. അതിൽ കഴിഞ്ഞ കുറെ നാളുകളായി പല ഘട്ടങ്ങളിലായി ACJM കോടതി വാദം നടക്കുകയായിരുന്നു. ഈ അല്പം മുമ്പ് കോടതി ഇതിൽ ഉത്തരവ് പറഞ്ഞത്. അതായത് സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയാണ് കോടതി ഉത്തരവ്. ഈ കേസ് റദ്ദാക്കാനാവില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരാം എന്ന് കോടതി വ്യക്തമാക്കിയപ്പോൾ ഇനി വേണ്ടത് വിചാരണ ഉൾപ്പെടെയുള്ള നടപടികളാണ്. അതിനുള്ള തീയതിയും കോടതി അറിയിച്ചിട്ടുണ്ട്. മെയ് 28-ന് വിചാരണ ആരംഭിക്കും. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ഥാനാർത്ഥിയാണ്, BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്, നടനാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിവാദമായ ഒരു കേസിൽ ഒരു നികുതി വെട്ടിപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സുരേഷ് ഗോപിയെയും BJPയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി അതിന് ഗൗരവം കൊണ്ട് തന്നെ. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ സ്ഥാനാർത്ഥിത്വത്തെ ബാധിക്കില്ല. അത് പിന്നീട് അതിന്റെ തുടർ നടപടിയിലേക്കൊക്കെ കടക്കുക. പക്ഷേ അത് ധാർമ്മികമായും രാഷ്ട്രീയമായും സുരേഷ് ഗോപിക്കും ജനങ്ങളോട് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരും. ഒരു നികുതി വെട്ടിപ്പുകാരനാണ് സ്ഥാനാർത്ഥി എന്ന ആക്ഷേപം BJP കേൾക്കേണ്ടി വരും. അത്തരമൊരു ആക്ഷേപം സ്ഥാനാർത്ഥിയും കേൾക്കേണ്ടി വരും. ഇനി അവരെന്ത് വിശദീകരണമാണ് അതിന് നൽകുക എന്നാണ് അറിയേണ്ടത്. തീർച്ചയായും സാലി സൂചിപ്പിച്ചതുപോലെ ഒരു നികുതി വെട്ടിപ്പുകാരൻ എന്നുള്ളൊരു ലേബൽ ഇനിയിപ്പോൾ സുരേഷ് ഗോപിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ എന്തായിരിക്കാം തുടർ നടപടികൾ? കോടതി ഈ ഒരു ഹർജി തള്ളുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കാം തുടർ നടപടികൾ? അതായത് കേസുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണവും നടപടികളും കുറ്റപത്രവും എല്ലാം റദ്ദാക്കണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആവശ്യം. ആ കുറ്റപത്രവും ഒന്നും റദ്ദാക്കിയിട്ടില്ല. അപ്പോൾ ഇനി സാധാരണ നിയമ നടപടിക്രമം എന്ന് പറയുന്നത് അതിൽ ആ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ച് അതിൽ വിചാരണ നടപടികൾ എന്നുള്ളതാണ്. കുറ്റക്കാരനാണോ എന്നുള്ളത് സംബന്ധിച്ച് വിചാരണ കോടതി നടത്തണം. ആ വിചാരണ നടപടികളിലേക്ക് കോടതി കടക്കും. അതിനുള്ള തീയതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 28-ന് അതിന്റെ ആദ്യ നടപടി ആരംഭിക്കും. അപ്പോ ഒരു സാമ്പത്തിക കുറ്റകൃത്യം എന്ന നിലയ്ക്ക് അതിനെ പരിഗണിക്കും. സുരേഷ് ഗോപി താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് കുറ്റവിമുക്തനാകാം. അല്ല, ക്രൈംബ്രാഞ്ച് ഈ സുരേഷ് ഗോപിക്കെതിരെ ശേഖരിച്ച തെളിവുകളെല്ലാം കോടതി മുഖവിലേക്കെടുത്ത് അതിൽ തുടർ നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൽ നിയമം അനുശാസിക്കുന്ന ശിക്ഷ സുരേഷ് ഗോപിക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. അതാണ് ഇനിയുള്ള തുടർ നടപടി. അതിന് വിചാരണ ഘട്ടം പൂർത്തിയാക്കേണ്ടതുണ്ട്. വിചാരണയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കേസ് നിലനിൽക്കും എന്ന് തന്നെയാണ് കോടതിയുടെ കണ്ടെത്തൽ. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാവണം ഇത് വിചാരണ നടത്തട്ടെ. അതിനുശേഷം വിചാരണയ്ക്ക് ശേഷം ഇയാൾ തെറ്റുകാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കാം എന്ന നിഗമനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം നിലനിൽക്കുന്നു. അതായത് ഒരു നികുതി വെട്ടിപ്പ് കേസിൽ പ്രതിയായി നിൽക്കുന്നു സുരേഷ് ഗോപി എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം.